നമസ്കാരം. വോട്ടർ പട്ടിക തീവ്ര പരിശോധന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിരിക്കെ ആശങ്കകൾ നിരവധിയാണ്. നിയമസഭ ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കിയിട്ടു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തീവ്ര പരിശോധന അപ്രായോഗികമാണ് എന്ന് അറിയിച്ചിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാശിയിലാണ്. എതിർപ്പോ ആശങ്കയോ ഇല്ലാത്തത് BJPക്ക് മാത്രമാണ്. ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ് ഇതെന്ന് ആരോപിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലേക്ക് SAR വരുമ്പോൾ ഭയക്കേണ്ടത് ആരൊക്കെയാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് VR അനൂപ്, നിയമവിദഗ്ധനും മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായ അഡ്വക്കേറ്റ് അസഫ് അലി എന്നിവർ. ആദ്യം സമ്പത്തിലേക്ക്. സമ്പത്ത്, ഇതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ബീഹാറിൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ വോട്ടർ പട്ടികയുടെ സുതാര്യത സംബന്ധിച്ച് തൃശ്ശൂരിൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെ നേരിടും LDF ഈ പരീക്ഷണ ഘട്ടത്തെ? നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ ചർച്ച മീഡിയ വൺ അത് ഏറ്റെടുത്തതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അജിംസ്. ഇപ്പോൾ ഇന്നലെ ഇതേ വിഷയത്തിൽ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ എൻ്റെ BJPയുടെ വക്താവ് ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പറയുകയാണ്. ഇത് ദൂരദർശൻ്റെ പോസ്റ്ററാണ്. അജിംസ് ഒന്ന് നോക്കിക്കോ, ഒന്ന് സൂം ചെയ്താൽ മതി നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനായിട്ട്. ദൂരദർശൻ്റെ പോസ്റ്ററാണ്. അതിൽ ഏറ്റവും ഇടത്തേറ്റത്ത് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കോട്ടിട്ടിട്ടുള്ള ജ്ഞാനേഷ് കുമാറിനെ, വലത്തേ അറ്റത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പടവും കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് എന്ത് കാര്യം ഇപ്പോൾ കാണാമെന്ന് തോന്നുന്നു. കാണാമല്ലോ അല്ലേ? കണ്ടുവല്ലോ. എന്താണ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് എങ്കിൽ നമ്മുടെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും എല്ലാം വിധിന്യായങ്ങളിൽ വേണമെങ്കിൽ ആ വിധിന്യായങ്ങളിൽ കൂടി നമ്മളെല്ലാം കോവിഡ് കാലത്ത് വാക്സിനേഷൻ നടത്തിയപ്പോൾ ലോകത്ത് ഒരു രാഷ്ട്രത്തിൽ മാത്രം നമ്മുടെ പടമല്ല നമ്മുടെ പേരിൽ അവിടെ വെച്ചിട്ട് മറ്റൊരു താടിക്കാരൻ്റെ പടവും വെച്ചിട്ട് അങ്ങനെ ഈ ലോകത്ത് ഒരു രാഷ്ട്രത്തിൽ മാത്രം ചെയ്തതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് BJPയുടെ B ടീമായി എക്സിക്യൂട്ടീവിൻ്റെ ഒരു അഡ്ജങ്ക്റ്റായി മാറി പ്രവർത്തിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ളത് ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രക്രിയ ഭരണഘടനാ വിരുദ്ധമാണ്. എന്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്? ഇവിടെ ശ്രീ ആസിഫ് അലി സാർ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ്. എന്നെക്കാൾ മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 2 പൗരത്വത്തെ സംബന്ധിച്ച് പറയുന്നത്. ആ പൗരത്വത്തെ സംബന്ധിച്ച് പറയുന്ന ആർട്ടിക്കിൾ 5 മുതൽ 2ാം ഭാഗത്തിൽ 11 വരെ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ഇടങ്ങളിൽ ഒരിടത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റോളിനെ കുറിച്ച് പറയുന്നില്ല. അജിംസെ, ആ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു സേയുമില്ല. 2, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം എവിടെയാണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം ഭരണഘടനയുടെ ഭാഗം 15 തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളതിൽ അതിലെ ആർട്ടിക്കിൾ അനുച്ഛേദം 324 മുതൽ 329 വരെയാണ് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരിടത്തും പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനോ അതിനുപോത്ബലകമായ കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരധികാരവും നമ്മുടെ ഈ ഭരണഘടന നൽകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞത്. പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ അത് നിയമവിരുദ്ധമാണ് എന്ന് പിന്നീട് സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വരെ പറയേണ്ടി വന്നല്ലോ. ഈ BJP ഗവൺമെൻറ് അത്തരത്തിൽ ഈ അഴിമതിയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു പരിശ്രമം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഉണ്ട്. സുപ്രീം കോടതി മുമ്പാകെ ഇത് പെൻഡിങ് ആണ്. ഇവിടെ ഒരു കാര്യം, ബീഹാറിലാണ് ഇതിൻ്റെ 1ാം ഘട്ടം നടപ്പാക്കിയത്. അങ്ങനെ ബീഹാറിൽ ഇത് ചെയ്യുന്ന വേളയിൽ ഇത് സംബന്ധിച്ചുള്ളതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അദ്ദേഹം റിട്ടയർ ചെയ്തു, അശോക് ലാവാസ. ആ അശോക് ലാവാസ തന്നെ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ 1 മിനിറ്റ് എടുത്ത് പറയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്
അബ്രപ്റ്റ്, ഇത് ഇംഗ്ലീഷിലുള്ളതാണ്, ഞാൻ മലയാളത്തിൽ എങ്ങനെ പരിഭാഷപ്പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാ ഈ സമയ ചുരുക്കം കൊണ്ട്. അബ്രപ്റ്റ്, അഗ്രസീവ് ആൻഡ് അംബിഷ്യസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് വാസ് അവോയ്ഡബിൾ അറ്റ് ദിസ് പോയിന്റ്. ഇതും അദ്ദേഹം പറയുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്നുള്ളത് പരമാവധി സമ്മതിദായകരെ, അവരെ വോട്ട് രേഖപ്പെടുത്താനായി അവരെയെല്ലാം അങ്ങനെ ചേർത്ത് പിടിക്കുക, അവരെയെല്ലാം ഉൾക്കൊള്ളുക എന്നുള്ളതാണോ? അതല്ല അത്തരത്തിൽ ഈ ഖുസ്പൈഡിയ എന്ന് പറഞ്ഞു, ആ ഖുസ്പൈഡിയ എന്ന് വെച്ചാൽ നുഴഞ്ഞുകയറ്റക്കാരനാണ്, കടന്നുകയറ്റക്കാരൻ, ആ ഖുസ്പൈഡിയ ഹേ, അതുകൊണ്ട് ഈ ഇന്ത്യൻ പൗരത്വമില്ല, താങ്കൾക്ക് വോട്ടവകാശമില്ല. ഒന്ന് കൂട്ടി വായിച്ചേ. ഇവിടെ പൗരത്വ നിയമത്തിലെ ഭേദഗതിയും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ നാഷണൽ സിറ്റിസൺസ് രജിസ്റ്റർ, ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി, ഇതെല്ലാം പരസ്പര ബന്ധിതമാണ് BJPയുടെ അജണ്ടയിൽ. അത് പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ട് വരികയാണ്. തീരുന്നില്ല. അടുത്ത കാനേഷുമാരി കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ കൂടി വരുമ്പോൾ BJPയുടെ കയ്യിൽ മാത്രമായി നിൽക്കുന്ന നിലയിലേക്ക് അധികാരം അങ്ങനെ, അതുകൊണ്ട് തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുറപ്പുള്ളവരെ കൂട്ടത്തോടെ വെട്ടിമാറ്റുക, തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ളവരെ ഉറപ്പുള്ളവരെ മാത്രം കൂട്ടത്തോടെ അതിലേക്ക് ഘട്ടത്തിൽ നമ്മൾ ദീർഘമായി ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ പ്രശ്നങ്ങൾ. ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഭയം വേണ്ടതുണ്ടോ? കാരണം കേരളത്തിൽ രണ്ട് മുന്നണികളും ഗ്രാസ് റൂട്ട് ലെവലിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വേരുകളുള്ള രണ്ട് മുന്നണികളാണ്. അവർക്ക് എല്ലാ ബൂത്തിലും ബൂത്ത് ഏജന്റുമാരുണ്ട്, വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായി ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ഓൾറെഡി ഈ രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള തിരക്കിലാണ്. അവിടെയാണ് SIR വരുന്നത്. ഇത് നേരിടാനുള്ള ആൾശേഷി, സമയം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ? പ്രത്യേകിച്ചും LDFനുണ്ടോ? പ്രസക്തമായ ചോദ്യമാണിത്. ലവാസ തന്നെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് ഹോൾഡ് ഡിസ്കഷൻസ് വിത്ത് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അങ്ങനെയായിരുന്നു പ്രക്രിയ മുൻകാലങ്ങളിലെല്ലാം. 74 കൊല്ലക്കാലത്തെ ചരിത്രം തന്നെ തിരുത്തുകയാണ്. ഇതിൻ്റെ ട്രാൻസ്പാരൻസി, ഇതിൻ്റേതായുള്ള ക്രെഡിബിലിറ്റി എല്ലാം തന്നെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക്, ഇതിങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് വരുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ പ്രഖ്യാപനം വരാനായിട്ടാണല്ലോ. തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കുറേ സർക്കാർ ഉദ്യോഗസ്ഥർ വന്നിട്ട് വോട്ടർമാരെ ചേർക്കുന്നത്, അത്തരത്തിൽ പോയി വീട് വീടാന്തരം അങ്ങനെ അജിംസെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പോലും കഴിയില്ലല്ലോ. ഇത്രമാത്രം നമുക്ക് പരസ്പരം അടുത്തറിയാവുന്നവരും നമുക്ക് ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ള നിലയിലൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളിലും അത്തരത്തിൽ അഭിപ്രായമുള്ളവരും അഭിപ്രായ പ്രകടനം നടത്തുന്നവരും വിലയിരുത്തുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു ജനസമൂഹമാണ് കേരളത്തിൽ. ആ കേരളത്തിൽ പോലും വാസ്തവത്തിൽ ഈ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അത്തരത്തിൽ നടത്തി വോട്ടർമാരെ കണ്ടെത്തി അവരെ പുതുതായി ചേർക്കുന്നത്, ഡെത്ത് രജിസ്റ്ററൊക്കെ ഉള്ള രാജ്യമാണ് നമ്മുടെ നാട്. സ്വാഭാവികമായി കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇതെല്ലാം റിവിഷൻ എന്നുള്ളത് വാസ്തവത്തിൽ അത് എല്ലാ വർഷവും ആ റിവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കാം. പ്രത്യേകിച്ചും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ സാധാരണ നിലയിലുള്ള എല്ലാ റിവിഷനും ഇത്തരം കാര്യങ്ങളിൽ നടത്താം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പരിശീലനം അല്ലേ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശീലനം കൊടുക്കാനായിട്ടെല്ലാം ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ താഴേക്ക് നിർദ്ദേശം കൊടുത്താൽ ആരാണ് പിന്നെ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്? ഇനി ഈ പറയുന്ന ഡോർ ടു ഡോർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സമ്മതിദായകരെ ഇത് പഠിപ്പിക്കാൻ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നൊക്കെ അവർ പറയുമ്പോഴത്തേക്ക് അത് ആരുടെ സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത്? കേരളത്തിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ, ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്നിപ്പോൾ അദ്ദേഹം പ്രതിനിധീകരിച്ചുകൊണ്ട് അനൂപ് ഇതിനകത്തുണ്ട്. ഞാനായാലും അനൂപായിരുന്നാലും ഞങ്ങൾക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുള്ളവർ, ഞങ്ങളുടേതായ കമ്മിറ്റികൾ, ഞങ്ങളുടേതായ പ്രചരണങ്ങൾ, ഞങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇത് മാറ്റിവെച്ചിട്ട് ഞങ്ങളും ഞങ്ങളുടെ ചങ്ങാതിമാരും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ സഖാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് ഈ പറയുന്നതായിട്ടുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അവരാണല്ലോ, അവരെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ള നിലയിലേക്ക്. ഇത് നടക്കില്ല എന്ന് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്നെ രേഖാമൂലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയുണ്ടായി. കേരളത്തിന് ഒരു ന്യായം, മഹാരാഷ്ട്രയ്ക്ക് വേറൊരു ന്യായം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മഹാരാഷ്ട്രയിലും LSGD തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്, മഹാരാഷ്ട്രയിൽ വേറൊരു ന്യായം മാറ്റിവെക്കാം.
കേരളത്തിൽ അത് പറ്റില്ല എന്നുള്ള ശാഠ്യം. ഇതൊക്കെ പ്രത്യേകം കൃത്യമായ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. ആ അജണ്ടയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ BJPക്ക് നോവും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുള്ള അവരുടെ സത്യസന്ധമല്ലാത്ത, സുതാര്യമല്ലാത്ത, നിഷ്പക്ഷമല്ലാത്ത, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളെ വിമർശിച്ചാൽ നോവുന്നത് BJPക്കാണ്. യജമാനന് നോവുന്നത് യജമാനൻ്റെ കാവൽ നായക്ക് നോവുമ്പോഴാണ്. അതിൻ്റെ ഓരിയിടൽ ഒരു കാരണവശാലും, അതിന് വേദന കൊണ്ട് പുളയുമ്പോൾ യജമാനന് ഒരു കാരണവശാലും സഹിക്കാൻ കഴിയില്ല. അതാണ് BJP വിവിധ ചർച്ചകളിലെല്ലാം തന്നെ, അത് സോ കോൾഡ് നാഷണൽ മീഡിയയിലായാലും നമ്മൾ ഇതുപോലെ നടത്തുന്ന ചർച്ചകളിലായാലും BJPയുടെ പ്രതിനിധികൾ BJPക്ക് ഒരു അജണ്ടയുണ്ട്. ബീഹാറിൽ കുറെ അധികം ആളുകളുടെ മഹാഗഠബന്ധന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളുടെ വോട്ടുകൾ വെട്ടിമാറ്റുന്നവർക്ക് അജണ്ട ഉണ്ടാകാം. കേരളത്തിൽ BJPക്ക് അത് സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, BJPക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചുകൂടാ എന്നാണ് എൻ്റെ മറുചോദ്യം. തൃശ്ശൂർ പോലുള്ളൊരു ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള കാര്യത്തിൻ്റേത് ഒരു യൂണിയൻ സഹമന്ത്രിക്ക് അദ്ദേഹത്തിന് 1, 2, 3 അല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അവിടെ RSSൻ്റെ നേതാക്കൾ എത്ര സ്ഥലങ്ങളിലാണ് വോട്ടുകൾ ചെയ്തിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേഷനില്ല, ട്രിപ്ലിക്കേഷനില്ല, മൾട്ടിപ്ലിക്കേഷനാണ് നടന്നിട്ടുള്ളത്. അത് ന്യായീകരിക്കുന്ന നിലയിലേക്ക് അടക്കം എത്തുക എന്നുള്ളത്, ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ട് ചേർത്തു എന്നുള്ളതും, എൻ്റെ ഫ്ലാറ്റിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് ഇതെന്താണ് ഈ കാട്ടിയിരിക്കുന്നതെന്ന് വീട്ടമ്മ ചോദിക്കുകയാണ്. ഇത് ബൂത്ത് ലെവൽ ഏജന്റന്മാർ എഴുതി കൊടുക്കുന്നു നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത്. എന്നിട്ട് ബന്ധപ്പെട്ട ജില്ലാ വരണാധികാരി അടക്കം ഇക്കാര്യങ്ങൾ യാതൊന്നും പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം അത് കഴിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ട ഉപദേശക വൃന്ദത്തിലേക്കും അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹം പോയി എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനായി BJP ശ്രമിക്കുന്നുണ്ടോ? ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേരിട്ടുള്ള ചുമതലയിലല്ല എങ്കിൽ പോലും ഓർമ്മയുണ്ടല്ലോ നമ്മൾ മുമ്പ് നടത്തിയ ഒരു ചർച്ച. ഏതാ? ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് അല്ലേ? കൈയോടുകൂടി പിടികൂടിയത് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിലോ സുപ്രീം കോടതിയിൽ പോലും ചെന്ന് കള്ളം പറയാനുള്ള, അതിനുള്ള യാതൊരു ജാള്യവുമില്ലാതെ കള്ളം പറയാൻ അത്തരത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരംഗം തന്നെ വരണാധികാരിയായി ഇരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി 3 വോട്ടിന് ജയിച്ച ആളിനെ 8 വോട്ടിന് തോറ്റതായി പ്രഖ്യാപിച്ചിട്ട് പോലും രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് പോയി സുപ്രീം കോടതിയിൽ പറയും. അത് വേണ്ട എന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ വാസ്തവത്തിൽ അത്തരത്തിൽ തോറ്റതായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ജയിച്ചതായി തോറ്റതായി സുപ്രീം കോടതി അങ്ങനെ വിധി എഴുതേണ്ടി വന്നത്. അജണ്ട എങ്ങനെ നടപ്പാക്കുന്നു എന്ന് സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടുന്നു. ശ്രീ VR അനൂപ്, തൃശ്ശൂർ നമ്മുടെ മുമ്പിലുണ്ട്. തൃശ്ശൂർ വോട്ട് ഡിലീഷൻ അല്ല, വോട്ട് അഡീഷൻ, വോട്ടുകൾ ചേർക്കലാണ് പ്രശ്നമായത്. അപ്പോൾ തൃശ്ശൂരിനെ മുൻനിർത്തി ഇപ്പോൾ ഇങ്ങനെ SIR വരുമ്പോൾ ഈ രണ്ട് കാര്യവും നടക്കാൻ സാധ്യതയുണ്ടോ? വോട്ട് അഡീഷനും വോട്ട് ഡിലീഷനും നടക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക നിങ്ങൾക്കുണ്ടോ? തീർച്ചയായും. ഇന്ന് RSSൻ്റെ BJPയുടെ പ്രതിനിധി ഇതിനോട് നടത്തിയ പ്രതികരണം വളരെ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കാനുള്ളൊരു നീക്കമാണ്. ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് തന്നെ RSSൻ്റെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഈ രാജ്യത്ത് വലിയ വിഭാഗം ജനങ്ങളെ അശുദ്ധവും മലിനവുമായി കരുതുന്ന ആളുകളാണ്. വിചാരധാരയുടെ പ്രത്യയശാസ്ത്ര പരിസരത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഒക്കെ ഈ രാജ്യത്തെ അന്തേവാസികൾ മാത്രമാണെന്നും പൗരത്വത്തിന് യോഗ്യതയില്ലാത്ത ആളുകളാണെന്നും ഇവരെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ട മലിന വസ്തുക്കളായി, അശുദ്ധ വസ്തുക്കളായി കാണുന്ന ആളുകളാണെന്നേ. അപ്പോൾ ഈ ശുദ്ധീകരണം എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ബോധപൂർവം ഉപയോഗിച്ചതായാലും അബോധപൂർവം പറഞ്ഞതായാലും അത് വളരെ പ്രസക്തമാണ്. ഇവിടെ പൗരത്വ പരിഷ്കരണത്തിലൂടെ RSS സംഘപരിവാർ ഉദ്ദേശിച്ചത് എന്താ? ഈ രാജ്യത്തിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ, മുസ്ലിം ജനസാമാന്യത്തെ പുറന്തള്ളാനും ബഹിഷ്കരിക്കാനും തമസ്കരിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങളാണ്. അത് രാജ്യം ഒട്ടാകെ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് താൽക്കാലികമായെങ്കിലും രാജ്യത്തെ പൗരസഞ്ചയത്തിന് മുന്നിൽ പരിവാർ ശക്തികൾക്ക് പിന്മാറേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് അത് വേറൊർത്ഥത്തിൽ തിരിച്ചു വരികയാണ്. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ ഇത് അതിൻ്റെ സെക്കൻഡ് എഡിഷനാണ്. പൗരത്വ പരിഷ്കരണത്തിൻ്റെ 2ാം പതിപ്പായി ഇത് പുറത്തിറക്കുകയാണ്. അത് കൃത്യമാണ്. നേരത്തെ ആദരണീയനായ സമ്പത്ത് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ചിത്രവുമായി പരസ്യം ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിനകത്തുള്ള അജണ്ടകളെ സംശയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച് അതിൻ്റെ ദീർഘകാലമായ ടാർഗറ്റാണ്. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നതിന് തൃശ്ശൂർ സ്റ്റുഡിയോയിൽ ഇരുന്നാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ BJP ജയിക്കുമെന്ന് കേരളത്തിലെ ഒരു സാമാന്യ രാഷ്ട്രീയ ജ്ഞാനമുള്ള ആരും കരുതിയതല്ലല്ലോ. ഈ പറയുന്ന തിരുവനന്തപുരത്തൊക്കെ 2ാം സ്ഥാനത്ത് വന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ മുൻപൊരിക്കലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്ത് പോലും എത്താത്ത BJPയെ
വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതിനകത്ത് പിന്നീട് ആ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇത് വളരെ കൃത്യമാണ്. ഇത് കേരളം പോലൊരു സംസ്ഥാനത്ത് ലക്ഷ്യം വെക്കുന്നത് നിഗൂഢമായ ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന അതിന് കോൺഗ്രസിൻ്റെ നിലപാട് KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഇന്ന് പോലും ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും വോട്ട് ചോരിയെക്കുറിച്ചാണ്. അപ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പ് തന്നെ വിഷയം പോലും ആക്കത്തക്ക തരത്തിൽ ഇതിനെ ഒരേ സമയം നിയമപരമായും രാഷ്ട്രീയമായും ജനങ്ങളുടെ മുന്നിലും വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അല്ല, അനൂപ് എന്താണ് ഭയക്കുന്നത്? ഇപ്പോൾ ബീഹാറിലേത് കുറേ അധികം ആളുകൾ ഒഴിവാക്കുക, അവരുടെ വോട്ട് നിഷേധിക്കുക എന്നുള്ളതാണ്. വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പൗരത്വ നിഷേധത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ബീഹാറിലേതുപോലൊരു സെനാരിയോ കേരളത്തിൽ അത്രയും ആശങ്കിക്കേണ്ടതുണ്ടോ? കാരണം നിങ്ങൾ സ്ട്രോങ് ആണ്, LDF സ്ട്രോങ് ആണ്, UDF LDF സ്ട്രോങ് ആയിരിക്കും. BJP ഒരു നിമിഷം, BJP ദുർബലമായ ഒരു സംസ്ഥാനത്തിൽ നിങ്ങളുടെ സ്കാനറിന് വെളിയിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അജിംസെ, കോഴിക്കോട് ചാലപ്പുറം ഡിവിഷനിലല്ലേ നമ്മൾ സംഘടിതമായ ഒരു കോർപ്പറേഷൻ ഡിവിഷനിലെ വോട്ടുകൾ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ചേർക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ഇതുപോലൊരു ചർച്ചയിൽ മീഡിയാവിൻ്റെ ചർച്ചയിൽ തന്നെ ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇത് കേരളത്തിൽ അസംഭാവ്യമാണ് എന്ന് കരുതിയ കാര്യങ്ങളല്ലേ തൃശ്ശൂരിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് അസംഭാവ്യമെന്ന് കരുതിയെന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പലപ്പോഴും 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് നമ്മൾ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ അത് നടത്താൻ പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മൾ അതിനെ അതിജാഗ്രതയോടുകൂടി തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചുള്ള വോട്ട് വെട്ടുന്ന, വോട്ട് മാറ്റുന്ന സാഹചര്യമല്ല കേരളത്തിൽ. പക്ഷേ കേരളത്തിൽ പ്രവാസികളടക്കം അവരുടെ സോഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അവർ കേരളത്തിലെ പ്രവാസികൾ ഏത് സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്ന അവരുടെ സാമുദായിക പശ്ചാത്തലം എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ കേരളം ടാർഗറ്റഡ് ആണ്. അത് കൃത്യമായി സംഘപരിവാർ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണ സജ്ജരാകേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ശരി, അഡ്വക്കേറ്റ് അസഫ് അലി, തൃശ്ശൂരിലുണ്ടായ സംഭവം, തൃശ്ശൂരിൽ കരട് വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ക്രമക്കേടുകളുണ്ടായിരുന്നു. ഒരു വീട്ടിൽ തന്നെ ആളില്ലാത്ത ഫ്ലാറ്റുകളിൽ തന്നെ നിരവധി വോട്ടുകൾ ചേർത്തൊക്കെ ചൂണ്ടിക്കാട്ടി. അപ്പോൾ അന്തിമ പട്ടിക ഇറങ്ങുമ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അന്തിമ പട്ടിക നൽകിയപ്പോഴാണ് അതിലും വലിയ പ്രശ്നം. കരട് പട്ടികയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വ്യാജ വോട്ടുകളും വോട്ട് ഡിലീഷനും അതിലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ വോട്ടർ പട്ടിക അനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് വരണാധികാരി തീരുമാനിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ SARന് ശേഷം അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുക ഫെബ്രുവരിയിലാണ്. മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ തെരഞ്ഞെടുപ്പ് നടക്കും, അല്ലെങ്കിൽ മാർച്ചിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. തൃശ്ശൂർ ഒരു അനുഭവമായി നമ്മുടെ മുമ്പിൽ നിൽക്കെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ആവർത്തിക്കുമോ? ഇവിടെ SIRൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ നാഷൻ വൈഡ് ഇൻറ്റൻസീവ് റിവിഷനുള്ള അധികാരത്തെക്കുറിച്ചാണ്. നമ്മളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നു, അണ്ടർ വാട്ട് അതോറിറ്റി ഇതുപോലൊരു നാഷൻ വൈഡ് ഇലക്ട്രൽ റിവിഷൻ നിങ്ങൾ നടത്താൻ തീരുമാനിച്ചു? 1950 ജനപ്രാതിനിധ്യ നിയമവും ഭരണഘടനയുമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം സംബന്ധിക്കുന്ന ആധികാരികമായ നിയമഗ്രന്ഥങ്ങൾ. അതിൽ 1950 ജനപ്രാതിനിധ്യ നിയമം 21(3) മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും നിയോജക മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഭാഗത്തോ ഇലക്ടറൽ റിവിഷൻ നടത്താൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട്. ഈ വിഷയമാണ് ബീഹാറിലെ SIR സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ ഈ നവംബർ 4 വാദം കേൾക്കാനിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നാഷൻ വൈഡ് ഇലക്ടറൽ റിവിഷൻ നടത്താനുള്ള അധികാരം, അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്ന തികച്ചും നിയമവിരുദ്ധമായ നടപടികൾ, ഈ ഒരാൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അയാളോട് നിങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ പറയുക എന്നത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് 1995 ലാൽ ബാബു ഹുസൈൻ വേഴ്സസ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ സുപ്രധാനമായ കേസിലെ വിധി.
അതായത് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാൾ പേരുണ്ടെങ്കിൽ അതിലൊരു ലീഗൽ പ്രിസംപ്ഷൻ ഉണ്ട്. അയാൾ എത്രയോ തവണ വോട്ട് ചെയ്ത ആളാണ്. അയാളോട് പൗരത്വം തെളിയിക്കാൻ പറയുന്നതിനേക്കാളും അയാൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പൗരത്വമില്ല എന്ന ഇൻഎലിജിബിലിറ്റി തെളിയിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. ഈ ലാൽ ബാബു ഹുസൈൻ എന്ന് പറയുന്ന കേസാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പരിഗണനയിലുള്ള ബീഹാറിലെ SIR സംബന്ധിക്കുന്ന തർക്കത്തിലെ പ്രധാനമായി ഹർജിക്കാർ ഉന്നയിച്ച ഒരു വാദം. ഒരു ലീഗൽ പ്രിസംപ്ഷനെ റിബട്ട് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷനോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്കോ പാടില്ല. അപ്പൊ കേരളത്തിൽ ഇപ്പോൾ ധൃതിപ്പെട്ട് 51 കോടി ജനങ്ങളെ വോട്ടർമാരുടെ SIR ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 12 സംസ്ഥാനങ്ങളിലും പോണ്ടിച്ചേരിയിലും. അപ്പൊ ഈ ധൃതിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി മാർച്ചിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നു. അപ്പൊ ധൃതിപ്പെട്ട് ബീഹാറിൽ നടന്ന എന്താണ്? ബീഹാറിൽ നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി പുറത്ത് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾക്ക് ഗുരുതരമായ ആരോപണങ്ങൾ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ. ആ ആരോപണത്തെ പ്രതിരോധിച്ചതാരാ? ഇലക്ഷൻ കമ്മീഷനല്ല, അമിത്ഷയാണ്. വാട്ട് ഈസ് ദ ബിസിനസ് ഓഫ് അമിത്ഷാ? ബീഹാറിൽ നടന്ന സംഭവം എന്താണ്? അവിടെ ഉള്ള വോട്ടർമാരെ, അതായത് 64 ലക്ഷം വോട്ടർമാരെ ഈ ലാൽ ബാബു കേസിൽ സുപ്രീം കോടതി പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഒരാളെ പേര് നീക്കം ചെയ്യുമ്പോൾ അയാൾക്കൊരു കോസി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആയി അയാളെ വിളിച്ചു വരുത്തി അയാൾക്ക് പറയാനുള്ളത് കേട്ട് അയാളുടെ കയ്യിലുള്ള രേഖ ആവശ്യപ്പെട്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ബീഹാറിൽ ഈ ഡിജിറ്റൽ യുഗത്തിലാണ് ഈ 64 ലക്ഷം വോട്ടർമാരുടെ പേര് അനധികൃതമായി നീക്കം ചെയ്തു. അവർക്ക് നോട്ടീസ് കൊടുത്തില്ല, അവരെ വാദം കേട്ടില്ല, അവർക്ക് പറയാനുള്ളത് കേട്ടില്ല. എന്നിട്ടോ മെഷീൻ റീഡബിൾ കോപ്പി ഡിലീറ്റ് ചെയ്തതും പുതുതായി ചേർത്തുമായ ഡിലീറ്റ് ആളുകളുടെ വോട്ട് ലിസ്റ്റ് ചോദിച്ചു മെഷീൻ റീഡബിൾ കോപ്പിക്ക്. അതുമില്ല. ഈ യുഗത്തിൽ ഞാൻ ചോദിക്കട്ടെ, എന്ത് വകയിലാണ് മെഷീൻ റീഡബിൾ കോപ്പി നിഷേധിച്ചത്? വിവരാവകാശ നിയമത്തിൽ ഒരു സെക്ഷൻ 22 ഉണ്ട്. ഏത് നിയമത്തിലും, ഏത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലടക്കം, ഔദ്യോഗിക രഹസ്യ നിയമമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, അതിലടക്കം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിവരാവകാശ നിയമപ്രകാരം പൊതു താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കണമെന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത എന്താണ്? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ വിധി വന്നു. ഇലക്ഷൻ ടേൺ ഔട്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം കൊടുക്കണം. ഒരാഴ്ചയ്ക്കുള്ളിലാണ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ ഒരു ഭേദഗതി വരുത്തിയത്. എന്താ ഭേദഗതി? ആർക്കും മനസ്സിലാവാതിരിക്കുന്ന ഭേദഗതിയാണ് 92(3). എന്താണ് 92(3)? 92(2)ൽ പറയുന്നത് ഏതെല്ലാം രേഖകളാണ് കാരണം ഇലക്ഷൻ കമ്മീഷന്റെ ഈ SIR ഈ 12 സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കാനിടയായ ധൃതിയും ഒരു അൺഹോളി ഹേസ്റ്റ്, ഈ സുപ്രീം കോടതി വിധിയേക്ക് മുമ്പ് ഈ പ്രഖ്യാപിക്കാനിടയ ധൃതിയും ഇതെല്ലാം കൂട്ടി വായിക്കണം. കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ കേന്ദ്ര നിയമ മന്ത്രാലയം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് ഒരു ഭേദഗതി വരുത്തി. തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിലെ 92 പറയുന്ന എന്താണ്? ഏതെല്ലാം ഡോക്യുമെന്റ്സ് കൊടുക്കാൻ പാടില്ല എന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിയിൽ 92(3)ൽ ഉണ്ടായിരുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ വിവരങ്ങളും കൊടുക്കാൻ പറ്റുന്നതാണ്, പബ്ലിക്കിന് ആക്സസ് ഉള്ളതാണ്. അതിലൊരു ഭേദഗതി വരുത്തി 92(3). എന്താണെന്നറിയോ ഭേദഗതി? തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടത്തിൽ വിവരിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം എല്ലാവർക്കും കിട്ടാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ സീക്രട്ടായി വെച്ചിരിക്കുന്ന ബാക്കി രേഖകൾ കിട്ടാൻ, അതായത് വോട്ടേഴ്സ് ടേൺ ഔട്ട്, CCTV ക്യാമറ, പിന്നെ ഫുട്ടേജ്, ഇതൊന്നും തന്നെ ലഭിക്കാൻ ഹാൻഡ് ബുക്ക്, ഈ 17C ഫോം 17C, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 5 മണിക്ക് ശേഷം വോട്ട് ചെയ്തത് 75 ലക്ഷം ആളുകളാണ്. 5 മണിക്ക് ശേഷം അതിന്റെ കണക്ക് ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിലെ റിപ്പബ്ലിക്കിന്റെ കാതലായ ഒരു പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിയുടെ രൂപത്തിൽ നിൽക്കുന്നത്. അതിന് കാരണം എന്താണ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു നിയമം ധൃതിപ്പെട്ട് കൊണ്ടുവന്നു അമിത്ഷാ. കേന്ദ്ര ഗവൺമെന്റ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി പറയുന്ന ഒരു പ്രതിനിധി.
അതിൽ എഴുതി വെച്ചിരിക്കുന്ന സെക്ഷൻ 16 ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുമ്പോൾ ചീഫ് കമ്മീഷനാണെങ്കിലും ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും എന്ത് കുറ്റകൃത്യം ചെയ്താലും അദ്ദേഹം കാലാവധി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് SIR സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ പോയി ഒരു ചർച്ച നടക്കുന്ന അവസരത്തിൽ തോക്കെടുത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ ഈ നിയമം അനുസരിച്ചാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് സെക്ഷൻ 16. അപ്പൊ ഇത്രയും കൂടുതൽ പരിരക്ഷ ഇലക്ഷൻ കമ്മീഷനെ കൊടുത്ത് എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വോട്ടർമാരെ നിയമവിരുദ്ധമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർവാധിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ SIR എന്ന് നമ്മൾ ബീഹാറിൽ തുടങ്ങി. കേരളത്തിന്റെ കോണ്ടക്സ്റ്റ് എന്താണ്? അതിന് വലിയ മാനങ്ങളുണ്ട്. കേരളത്തിന്റെ കോണ്ടക്സ്റ്റിന് കേരളത്തിലെ വോട്ടർമാരിൽ വലിയൊരു ശതമാനം, സബ്സ്റ്റാൻഷ്യൽ നമ്പർ വിദേശത്തെ പ്രവാസികളാണ്. 2011 ജനപ്രാതിനിധ്യ നിയമത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നു. ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിലും അയാൾ നമ്മുടെ നാട്ടിൽ വോട്ട് ചേർത്താൻ അയാൾക്ക് അവകാശമുണ്ട്. അതായത് ഓർഡിനറി റെസിഡന്റ് എന്നതിൻ്റെ നിർവചനത്തിൻ്റെ ഒരു വ്യാപ്തി ഒന്ന് കൊടുത്തതാണ്. കേരളത്തിൽ വീടുകളിലേക്ക് ഈ SIRന്റെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ BLOമാർ പോകുമ്പോൾ ആ വീട്ടിൽ പ്രവാസി ഇല്ലെങ്കിൽ ആ പ്രവാസികളെല്ലാം ഇലക്ടറൽ റോളിൽ നിന്ന് പുറത്തായിരിക്കും. കേരളത്തിൽ മാർച്ച് മാസത്തിൽ വരാനിരിക്കുന്ന പ്രഖ്യാപനത്തിന് മുന്നോടിയായി സുപ്രീം കോടതിയിൽ ഈ കേസ് നിലവിലിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ റിട്ട് സുപ്രീം കോടതിയിൽ പരിഗണനയിൽ ഇരിക്കെ ധൃതിപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ പറയുന്നു, പ്രവാസികളെയും അന്യസംസ്ഥാന ജീവനക്കാരായി ഇവിടെ വോട്ട് രജിസ്റ്റർ ചെയ്ത് സ്ഥിരതാമസക്കാരായിരിക്കുന്ന, മാത്രമല്ല ഈ കോളത്തിൽ വേറൊരു കാര്യം പരിശോധിച്ചോ, ഒരു 15ാം കോളമുണ്ട് ഈ SIRൽ. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവന്റെ പൗരത്വം, അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛന്റെ പൗരത്വം, അത് തെളിയിക്കുന്ന രേഖ എങ്ങനെ ഹാജരാക്കാൻ പറ്റും? അപ്പോൾ ഈ ലാൽ ബാബു കേസിൽ സുപ്രീം കോടതി പറഞ്ഞതും ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം? സുപ്രീം കോടതിയുടെ 4 അംഗ ബെഞ്ചിന്റെ വിധി പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് തുല്യമാണ്. ആർട്ടിക്കിൾ 142, 141. അപ്പൊ സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോൾ അതിന് തികച്ചും ഘടകവിരുദ്ധമായി തങ്ങൾക്കില്ലാത്തൊരു അധികാരം എന്തിനു വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ യജമാന്മാരുടെ മുമ്പിൽ എഴയുകയാണ്, കുണിയുകയല്ല, എഴയുകയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. തങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന പവിത്രമായ ഒരു നിയമപരമായ ഭരണഘടനാപരമായ ദൗത്യത്തെ അങ്ങ് പറഞ്ഞു വരുന്നത് പ്രകാരം കേരളത്തിലെ പ്രവാസികളായിരിക്കും ഈ SIR പ്രോസസ്സിന്റെ നമ്പർ 1 ടാർഗറ്റ്. അപ്പോൾ അവരാണ് ഭയക്കേണ്ടത്, ആദ്യമായി ഭയക്കേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന കണക്ക് പ്രകാരം 1 ലക്ഷത്തിൽ താഴെ പേർ മാത്രമാണ് വോട്ടവകാശമുള്ള പ്രവാസികൾ. പക്ഷേ സംസ്ഥാനത്തിൻ്റെ NRKയുടെ കണക്കനുസരിച്ച് 24 ലക്ഷം ആളുകൾ വിവിധ രാജ്യങ്ങളിലായി ഉണ്ട്. അപ്പോൾ അവരുടെ വോട്ടുള്ളവരായിരിക്കുമോ ഇല്ലാത്തവരായിരിക്കുമോ? ഇനി അവരുടെ സ്ഥിതി എന്താണ്? അല്ല, പ്രവാസികൾ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, അന്യദേശ തൊഴിലാളികൾ, ഒന്നും വേണ്ട, സർക്കാർ സർവീസിലും മറ്റുമുള്ള ആളുകൾ വീട്ടിൽ ഇല്ലെങ്കിൽ, ഈ BLOമാർ വീട്ടിൽ വരുന്ന അവസരത്തിൽ ആളില്ലെങ്കിൽ അവരോട് പറയുന്നു, നിങ്ങളുടെ പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കുന്നു. എത്ര വീടുകളിൽ പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കാൻ പറ്റും? അവരോട് മാത്രമല്ല, അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. പിന്നെ പൗരത്വത്തെ കുറിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കോ ഇലക്ഷൻ ഓഫീസർമാർക്കോ എന്ത് അധികാരം? പൗരത്വം സംബന്ധിക്കുന്ന തെളിയിക്കുന്ന ആധികാരികമായ നിയമം സിറ്റിസൺഷിപ്പ് ആക്ടും ഫോറിനേഴ്സ് ആക്ടുമാണ്. ഈ സിറ്റിസൺഷിപ്പ് ആക്ടിലും ഫോറിനേഴ്സ് ആക്ടിലും അവരുടെ പൗരത്വം സംബന്ധിക്കുന്ന തീർപ്പിന് ഇലക്ഷൻ കമ്മീഷന് ഒരു റോളുമില്ല. ഇലക്ഷൻ കമ്മീഷന്റെ പേര് എവിടെ പറഞ്ഞിട്ടില്ല. അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. അതാണ് സുപ്രീം കോടതിയിൽ ഈ 4-ാം തീയതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. സിറ്റിസൺഷിപ്പ്, പൗരത്വം സംബന്ധിക്കുന്ന ഒരധികാരം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ പൗരത്വ നിയമത്തിൽ അത് വേണം, ഫോറിനേഴ്സ് ആക്ടിൽ വേണം. ഫോറിനേഴ്സ് ആക്ടിലോ പൗരത്വ നിയമത്തിലോ ഫോറിനേഴ്സ് ആക്ടിലോ പൗരത്വ നിയമത്തിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ ഭരണഘടനയിലോ
ഇലക്ഷൻ കമ്മീഷന് 1978 ഒരു കേസിൽ സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ വാദം 324 അനുസരിച്ച്, ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷനും തമ്മിലുള്ള പരമാധികാരത്തിന്റെ വ്യാഖ്യാനത്തിൽ പൗരത്വം തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. ഇല്ല, സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇല്ല, മാത്രമല്ല അവിടെയാണ് ലാൽ ബാബു കേസിലെ സുപ്രീം കോടതിയുടെ അതിന്റെ വ്യാഖ്യാനം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. ഒരാളുടെ വോട്ട് ഇലക്ടറൽ റോളിലുണ്ടെങ്കിൽ ബീഹാറിൽ, നമുക്ക് ഇതിലെ ആശങ്ക, ബീഹാറിൽ നടന്ന സംഭവം കേരളത്തിൽ അതിന്റെ 10 മടങ്ങ് തീവ്രതയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP ആയിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത്. BJPക്ക് ഈ കാലം കേരള പിറവിക്ക് ശേഷം 1 or 2 തവണ അംഗങ്ങളെ തെരഞ്ഞെടുത്തതല്ലാതെ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി ജയിച്ചതിന്റെ സാഹചര്യം നമുക്കവിടെ അറിയാം. ബീഹാറിൽ നടപ്പാക്കിയതിന്റെ മറ്റൊരു പതിപ്പാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാനിടയായത്. കാരണം കള്ളവോട്ട് ചേർക്കുക എന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനലൈസ്ഡ് ആയി മാറ്റിയത് ഒരു സംഭവമായിരുന്നു കേരള ചരിത്രത്തിൽ. പണ്ട് എടക്കാട് നിയോജക മണ്ഡലത്തിൽ O ഭരതനും സുധാകരനും മത്സരിച്ചപ്പോൾ സുധാകരൻ തോറ്റത് 126 വോട്ടിനാണ്. ഇലക്ഷൻ കേസ് വന്നു. 400 ആളുകളെ, ഇരട്ട വോട്ടിന്റെ ആളുകളെ 400 ആളെ സമൻ ചെയ്തു ഇലക്ഷൻ പെറ്റീഷനിൽ. 400 ആളെ സമൻ ചെയ്തപ്പോൾ കോടതിയിൽ ഹാജരാവുന്നില്ല 400 ആൾ. അങ്ങനെയാണ് ജയിച്ച ഭരതൻ തോൽക്കുകയും തോറ്റ സുധാകരൻ ജയിക്കുകയും ചെയ്തത്. അപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അതിന്റെ ഒരു വലിയ ഭീമാകാരമായ വെർഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ SIR വഴി കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത്. പ്രവാസികൾ മാത്രമല്ല, നിലവിൽ രാഷ്ട്രീയ കക്ഷികളും കരുതിയിരിക്കണം, അത്ര അപകടമാണ് എന്നാണ് അഡ്വക്കേറ്റ് അസഫ് അലി ചൂണ്ടി. ഡോക്ടറെ സമ്പത്ത്, ഇവിടെ SIR പോലൊരു ഭീമാകാരമായ ഭീഷണി മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവിടെയാണ് VR അനൂപ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം. ഇപ്പോൾ അവസാനിച്ചിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പോലും ഈ പ്രശ്നങ്ങളുണ്ട്. വലിയ തോതിൽ കോഴിക്കോട്ടെ ഒരു അനുഭവം, കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു അനുഭവം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാസം ഉണ്ടായൊരു സംഭവം, കാസർഗോഡ് അതിർത്തി പ്രദേശത്തെ ഒരു ഗ്രാമത്തിൽ കൂട്ടത്തോടെ വോട്ടുകൾ വെട്ടിമാറ്റുന്ന, ബീഹാറിലൊക്കെ കണ്ടതുപോലെ കൂട്ടത്തോടെ വെട്ടിമാറ്റുന്ന കാര്യമുണ്ടായി. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെയുള്ള ഈ ക്രമക്കേടുകൾ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് SIR പോലുള്ളൊരു ഭീഷണിയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഇവരുടെ UDFന്റെ പരാതിയാണ് പ്രധാനമായും ഇതിലുള്ളത്. അവിടെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് SIRനെ എതിർക്കുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും പ്രവാസികൾ ഇതിൻ്റെ ഒരു ടാർഗറ്റഡ് കമ്മ്യൂണിറ്റിയാണ് എന്ന് അഡ്വക്കേറ്റ് അസഫ് അലി പറഞ്ഞു. അതുമാത്രവുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1 or 2 സ്ഥാനത്ത് വന്ന നിരവധി അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലും പ്രത്യേക കരുതലും ജാഗ്രതയും വേണ്ടേ? പ്രിയപ്പെട്ട അജിംസ്, ആദരണീയനായ ശ്രീ അസിഫ് അലി സാറ് ഇവിടെ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു തുടർച്ചയായി ഒരു ക്ലാരിഫിക്കേഷൻ, ഇഫ് നോട്ട് ഒരു കറക്ഷൻ, ബിക്കോസ് ഹീ ഈസ് മൈ ലേണൽ സീനിയർ, അദ്ദേഹം അനുവദിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പറയട്ടെ. ഈ ഇടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ K സുധാകരനും O ഭരതനും തമ്മിലുള്ളൊരു ഇലക്ഷൻ ഹർജിയെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ആ പരാമർശം എന്തായാലും നന്നായി. അതിനൊരു മറുപടി എനിക്ക് പറയാൻ കഴിയുമല്ലോ. 1996 ഫെബ്രുവരി മാസം 6 ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിയായ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ആ വിധിന്യായം, കേരള ഹൈക്കോടതിയുടെ വിധിന്യായം, ആ വിധിന്യായം റദ്ദാക്കിക്കൊണ്ട് അവിടെ O ഭരതൻ വിജയിച്ചത് അത് അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായം 1996 ഫെബ്രുവരി മാസം 6 ഉണ്ടായി എന്നുള്ള കാര്യം ഞാനത് ശ്രീ അസഫ് അലി സാറിനെ ഓർമ്മിപ്പിക്കാനായി ഞാൻ ഈ വേള വിനിയോഗിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇവിടെ LDF, UDF അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ മറ്റേതെങ്കിലും രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികൾ അല്ല, രാഷ്ട്രീയ കക്ഷികളല്ല, ഇതല്ല വിഷയം. ഒരു പക്ഷേ അജിംസ് ഇത് ഈ സാറിനെ ഭയക്കണോ എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് ഹൂ സർ ഇറ്റ് ഈസ് എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കളിയാക്കി ചോദിക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. യുവർ സർ ഈസ് സിറ്റിംഗ് സംവെയർ എൽസ് എന്നൊക്കെ ബീഹാറിലെ 1ാം ഘട്ടം അതിനെ സംബന്ധിച്ച സാറിൻ്റെ വന്നപ്പോഴത്തേക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലെ ജനങ്ങളോട്, സമ്മതിദായകരോട് യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അതാണ് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ പറഞ്ഞത്. സഖാവ് പിണറായി വിജയനും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് എന്ന് ഞാൻ പറയാം. ഇവിടെ ശ്രീ അസിഫ് അലി സാറ് പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ അത് നിയമപരമായൊരു വിഷയമുണ്ട്. ഇവിടെ 2002, 2004, 2002-04 കാലഘട്ടത്തിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്ര പരിഷ്കരണം നടപ്പാക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അവിടെ അസിഫ് അലി സാറ് പറഞ്ഞൊരു കാര്യം ശരിയാണ്.
1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ജനപ്രാതിനിധ്യ നിയമവും 1960 വോട്ടർ രജിസ്ട്രേഷൻ്റെ റൂൾസ് ചട്ടവും പ്രകാരം നിലവിലുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് റിവിഷൻ നടത്തേണ്ടത്. നിലവിലുള്ള വോട്ടർ പട്ടികയുടെ റിവിഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച് കേരളത്തിൽ 2023 ആണ്ടിൽ ഒരു റിവിഷൻ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലുള്ള ആ വോട്ടർ പട്ടികയിലെ റിവിഷൻ നടത്തുന്നതിന് പകരം ഇവിടെ ഒരു 1/4 നൂറ്റാണ്ട് കാലത്തേക്ക് പുറകിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പറഞ്ഞതിൽ നിന്ന്, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ നിന്ന്, താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ അതിൻ്റെ ക്ലിപ്പിംഗ് ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രിസംഷൻ എങ്ങനെ 2002-2003 കാലത്ത് അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ ഞങ്ങളൊരു പ്രിസംഷൻ അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ആസിഫ് അലി സാറെല്ലാം ആ സമയത്ത് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദാര്യമായി സമ്മതിക്കും. ഔദാര്യപൂർവ്വം, അവർക്ക് അധികാരമില്ലാത്ത കാര്യം. എന്നിട്ടോ ഇനി വോട്ടർ പട്ടികയിലെ സർ നടപ്പാക്കി കഴിയുമ്പോൾ തുടരുന്നതിന് ഒരു ഫോറം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ആ ഫോറം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. 2002-2003 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ. എന്നാൽ 2002-2003 ശേഷം 2004 ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള അവരുടേതായിട്ടുള്ള കുറേ രേഖകളുണ്ട്. ആ രേഖകളിലാണ് ആധാർ കാർഡ് ഉൾപ്പെടുത്താമോ ഉൾപ്പെടുത്താൻ പറ്റില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് 11 രേഖകളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അത് ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് നഖശികാന്തം എതിർത്തുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയിൽ വാദിച്ചത്. സുപ്രീം കോടതി തന്നെ ചോദിച്ചു ഇക്കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ എതിർപ്പ് എന്താണ്. ഇവിടെ ഒരു കാര്യം നോക്കുക, അജിംസിന് അല്ല, അനൂപിന് അല്ല, ആസിഫ് അലി സാറിന് അല്ല, എനിക്ക് അല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഒരു ആധാർ കാർഡ് നമുക്ക് വേണം എന്ന് വെച്ചോളൂ. നമുക്കൊരു ആധാർ കാർഡ് വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ഹാജരാക്കേണ്ടതായിട്ടുള്ള മിനിമം രേഖകൾ? ഒന്നുകിൽ വോട്ടർ ID കാർഡ്, അല്ലെങ്കിൽ പാൻ കാർഡ്, അതല്ല എങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നിട്ടുള്ള ഫോട്ടോ പതിപ്പിച്ച ജോബ് കാർഡ്, അതല്ല എങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിൽ നൽകിയിട്ടുള്ള ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലെ ഫോട്ടോ പതിച്ചിട്ടുള്ള അത്തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡ്, അതല്ല എങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതുമല്ല എങ്കിൽ പാസ്പോർട്ട്. ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ആധാർ കാർഡിന് അപേക്ഷ കൊടുത്താൽ ആ ആധാർ കാർഡ് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അങ്ങനെയാണ്. ആ ആധാർ കാർഡ് അംഗീകരിക്കാൻ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈമുഖ്യം കാണിക്കുകയാണ്. ആർക്ക് മുന്നിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നതാണ് പ്രശ്നം. ഇവിടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പഴയ യവന കഥയിലെ ഒരു ഈ വല്ലാതെ സുന്ദര കളയബരനായി ആതിഥ്യമര്യാദയെല്ലാം കാണിക്കുന്നതായിട്ടുള്ള ഒരു കഥാപാത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കട്ടിലിനെക്കുറിച്ചുമെല്ലാം അല്ലേ, പ്രൊക്രിസ്തസിൻ്റെ കട്ടിലിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വരിക വരിക വഴിയാത്രക്കാരാ, ഇവിടെ പാനീയവും ഭക്ഷണവും എല്ലാം വന്ന് കഴിച്ചിട്ട് നീ പോവുക എന്ന്. അങ്ങനെ ആ വഴിയാത്രക്കാരനെ വശീകരിച്ച് കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി വഴിയാത്രക്കാരന് തലയും കാലുമെല്ലാം കട്ടിലിനേക്കാൾ നീളമുണ്ട് എങ്കിൽ മുറിച്ച് കളയുക എന്നുള്ളതും, ആ വഴിയാത്രക്കാരന് പാവം മനുഷ്യന് ആ കട്ടിലിനൊപ്പമുള്ള നീളമില്ല എങ്കിൽ വലിച്ചു മുറുക്കി അസ്ഥികളെല്ലാം ഭിന്നിപ്പിച്ച് കളയുക എന്നുമുള്ളതുപോലെ ഇവിടെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാസ്തവത്തിൽ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അയച്ചിട്ടുള്ള കത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. 326 അനുസരിച്ച് ഇന്ത്യയിലെ ഒരു പൗരനുള്ള അവകാശങ്ങളിലൊന്നാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. ആ അവകാശത്തെ എടുത്തു കളയുകയാണ് ഇവിടെ ചെയ്യുക എന്നുള്ളത്. 2024 നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തായിരുന്നു മുദ്രാവാക്യം എന്നുള്ളത്? വോട്ട് പരമപ്രധാനം, ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളത്. എല്ലാവരെയും പോയി അത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താനായി അവർ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടോ? വോട്ടർ പട്ടികയിൽ ഇവിടെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ, ശ്രവ്യമാധ്യമങ്ങളിൽ, അച്ചടി മാധ്യമങ്ങളിലെല്ലാം പരസ്യമെല്ലാം വന്ന് സർക്കാർ ഓഫീസുകളിലെല്ലാം പോസ്റ്ററുകളെല്ലാം വെച്ച് എല്ലായിടത്തും മൈക്ക് അനൗൺസ്മെൻറ്റ് പോലും നടന്നുവല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് സമ്മതിദായകർ വോട്ടർ പട്ടികയിൽ പേര് രേഖപ്പെടുത്തണം, പേര് ചേർക്കണം എന്നുള്ളത്, അങ്ങനെ പേര് ചേർക്കണം എന്നത് വോട്ടവകാശം പരമപ്രധാനമാണ് എന്നുള്ളത്. ഇപ്പം എന്താ? വെട്ടിമാറ്റുക എന്നുള്ള നിലയിലേക്കാണ്. പ്യൂരിഫിക്കേഷൻ, ദ സോ കോൾഡ് പ്യൂരിഫിക്കേഷൻ. ഇപ്പോൾ നേരത്തെ ഇവിടെ അനൂപ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ സോ കോൾഡ് പ്യൂരിഫിക്കേഷൻ അത് ഇൻവെർട്ടഡ് കോമയിലാണ് ഇടേണ്ടത്. നിങ്ങളെല്ലാം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാചകം, അത് ഈ നമ്മൾ ഹിന്ദിയിലാണല്ലോ അവരെ പറയുക, ഇങ്ങനെ നുഴഞ്ഞുകയറ്റക്കാർ അല്ലേ, ഈ നിങ്ങൾ പുറത്തുനിന്ന് വന്നവർ അല്ലേ, അവരെയൊക്കെ എങ്ങനെയാണ് വിളിക്കുക? അവരെല്ലാം വിളിക്കുക ഖുസ്പൈഡിയ എന്നുള്ള നിലയിലേക്ക്. കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ്
ഏറ്റവും കൂടുതൽ ശതമാനം ജനങ്ങൾ പ്രവാസികളായി പുറത്തുപോയി പണിയെടുക്കുന്നത്. അവർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് അയക്കുന്നതായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം, ദ പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച്, അതിൽ നിന്നുള്ള വിഹിതമടക്കം ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകാത്തതായിട്ടുള്ളൊരു യൂണിയൻ ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. ആ പ്രവാസികളോട് കാണിക്കുന്നത് ഏറ്റവും നിന്ദ്യവും ക്രൂരവുമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഏതെങ്കിലും പ്രവാസികളെ അത്തരത്തിൽ വോട്ടവകാശം നിഷേധിക്കുക എന്നുള്ളത് അല്ല. നമ്മളിപ്പോൾ ഈ ബീഹാറിലെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഒറ്റ മിനിറ്റ് എടുത്ത് നിർത്തിക്കൊള്ളട്ടെ, ഒന്ന് നോക്കിക്കോളൂ അജിംസെ. അതിനെ സംബന്ധിച്ചൊരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. ബീഹാറിലെ ലോക്സഭാ മണ്ഡലങ്ങൾ, ഒന്ന് ഗോപാൽഗഞ്ചാണ്, മറ്റൊന്ന് മധുബനിയാണ്. ഈ ഗോപാൽഗഞ്ച്, മധുബനി എന്നീ മണ്ഡലങ്ങൾ ഒരിടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ജയിച്ചത്, മറ്റിടത്ത് അവരുടെ സഖ്യകക്ഷി JDU ആണ് ജയിച്ചത്. ഒരിടത്ത് ഏതാണ്ട് 14% വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മധുബനിയിൽ അതിനേക്കാൾ കൂടുതലാണ് ശതമാനം. ഇത്രമാത്രം ആളുകളെ എല്ലാം ഈ വിധത്തിൽ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ, ബീഹാറിലെ ഇപ്പോൾ ശ്രീ ലവാസ തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ ഏറ്റവും ഒടുവിലത്തെ റിവിഷൻ കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞില്ല, 2025 ജനുവരി ആയപ്പോഴേക്കും ഒറ്റയടിക്ക് 22 ലക്ഷം ആളുകൾ മരണപ്പെട്ടു പോയോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ മരണപ്പെട്ടു പോയോ? മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല, റിവിഷൻ കഴിഞ്ഞിട്ട്, അപ്പോഴേക്കും ജനുവരി 2025 ആയപ്പോഴേക്കും അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ആർക്കും മനസ്സിലാകാത്ത, ദഹിക്കാത്ത, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. സുപ്രീം കോടതിയിൽ പോലും പോയി, സുപ്രീം കോടതി കോളറിന് പിടിച്ച് കുടയുന്ന അവസ്ഥയിലേക്ക് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതി, മറ്റൊരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിധത്തിൽ ഇങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള ഒരു ജുഡീഷ്യറിയുടെ മുമ്പിൽ ചെന്ന് തൻ്റെ എക്സിക്യൂട്ടീവിന് വേണ്ടി, ആ എക്സിക്യൂട്ടീവിൻ്റെ മുമ്പിലുള്ള യജമാന ഭക്തി കാണിക്കുന്നതിന് വേണ്ടി യജമാനേക്കാൾ വലിയ യജമാന ഭക്തിയോടുകൂടി അത്തരത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അറിയേണ്ടത് നമ്മുടെ എല്ലാം തലയ്ക്ക് മുകളിലൊരു വാള് പോലെ തൂങ്ങുകയാണ് ഇവരുടെ അധികാരം. പൗരത്വം ചോദ്യം ചെയ്യപ്പെടും, ഈ നാട്ടിലെ ജീവിതം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സമ്മതിദാനാവകാശം മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുക, ഒരു വോട്ടും ഇല്ലാതാവരുത്. ആരുടെയും ഏതെങ്കിലും തെറ്റുകൊണ്ട്, പാളിച്ച കൊണ്ട് ഒരു സമ്മതിദായകൻ്റെയും വോട്ട് അത് നിഷേധിക്കപ്പെടരുത്, വെട്ടിമാറ്റപ്പെടരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശരി, ശ്രീ വി ആർ അനൂപ്, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് BJPയുടെ ഒരു അജണ്ടയാണ്. അതിൽ നിന്ന് കേരളവും മുക്തമല്ല. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കരുതൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന് വേണ്ടതില്ലേ? തീർച്ചയായും ഇത് ഈ വോട്ട് ചോരി എന്നുള്ളതിനെ ഏറ്റവും കൂടുതൽ പ്രശ്നവൽക്കരിച്ച ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ആണല്ലോ. വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി നടത്തിയ 2 പത്രസമ്മേളനങ്ങളുണ്ട്. ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അനധികൃതമായി വോട്ട് ചേർക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, രണ്ടാമത്തേതിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് വോട്ട് വെട്ടിമാറ്റുന്നതിനെ കുറിച്ചാണ്. അതിൽ അപകടകരമായിട്ടുള്ളത് രാഹുൽ ഗാന്ധി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നത് അധികവും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, OBC-കൾ, ദളിതുകൾ എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമീപനമാണ്. ഇതൊരു കേവലം വോട്ട് വെട്ടിമാറ്റുന്നതിൻ്റെയോ വോട്ട് ചോർത്തുന്നതിൻ്റെയോ പ്രശ്നമല്ല. ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ മുഖ്യധാരയിൽ നിന്ന്, രാജ്യത്തിലെ ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറ്റാനുള്ള ആസൂത്രിതമായ പരിശ്രമം എന്ന നിലയ്ക്ക് തന്നെ കോൺഗ്രസ് അതിനെ നോക്കിക്കാണുകയും അതിനൊരു വിഷയമാക്കി ഈ നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം ആ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള വലിയൊരു പരിശ്രമം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു വലിയ ക്യാമ്പയിനുമായി കോൺഗ്രസ് മുന്നോട്ട് വരികയും ഇന്നലെകളിൽ കോൺഗ്രസിനെ എതിർത്ത ആളുകൾ, കോൺഗ്രസിനോട് വിയോജിപ്പ് പ്രഖ്യാപിച്ചിരുന്ന ആളുകൾ, സിവിൽ സൊസൈറ്റി, ബുദ്ധിജീവികൾ, ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ ഈ ക്യാമ്പയിനെ പ്രതീക്ഷാപൂർവ്വം നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രാജ്യത്ത് നിലവിലുണ്ട്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഇന്ത്യ എന്നൊരു ആശയം രൂപീകരിച്ച പ്രസ്ഥാനം, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച പ്രസ്ഥാനം, ഇന്ത്യയുടെ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇതിനെ പ്രതിരോധിക്കേണ്ട അധിക ബാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ആ ബാധ്യത നിറവേറ്റുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, അഡ്വക്കേറ്റ് ആസിഫ് അലി, അങ്ങ് മുമ്പ് ഈ നവംബർ 4-ാം തീയതി ഇതിൻ്റെ വാദം വീണ്ടും കേൾക്കുമെന്ന് പറഞ്ഞു, SARനെ സംബന്ധിച്ച സുപ്രീം കോടതിയിലുള്ള കേസ്. പക്ഷേ നവംബർ 6-ാം തീയതി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ബീഹാറിലെ കാര്യത്തിൽ പോലും സുപ്രീം കോടതി വിധി എത്രമാത്രം ബാധകമാകും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭരണഘടനാ സ്ഥാപന നിലയ്ക്ക് അവർക്കുള്ള അധികാരത്തിൽ അങ്ങ് കടന്നു കയറണ്ട എന്നല്ലേ സാധാരണ രീതിയിൽ സുപ്രീം കോടതി കരുതുക. ഇതിൽ നിയമ നടപടിക്കുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ 2ാം ഘട്ടം ആയി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SAR നടന്നു എന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ DMK നേതാവ് തിരുച്ചി ശിവ പറഞ്ഞത് ആ പരിപാടി തമിഴ്നാട്ടിൽ സമ്മതിക്കില്ല എന്നാണ്. അത്തരം പ്രസ്താവനകളുടെ നിയമസാധുത എത്രയാണ്? കേരളത്തിന് നിയമപരമായി മുന്നോട്ട് പോകാൻ പറ്റുമോ?
അതിനു മുമ്പ് ബഹുമാനപ്പെട്ട സമ്പത്ത് സാർ പറഞ്ഞൊരു കാര്യം, എടക്കാട് സുധാകരൻ്റെ കേസ്, ആ കേസിൻ്റെ ജയാപരാജയം കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. 400 ആള് വോട്ടർ സ്റ്റേഷനിലുള്ള 400 ആളെ കോടതി സമ്മൺ ചെയ്തു. സമ്മൺ ചെയ്തപ്പോൾ വന്നത് 98 ആൾ 96 ആൾ മാത്രമാണ്. അപ്പോൾ കള്ളവോട്ടിൻ്റെ ഒരു ആർട്ട് ഞാനിവിടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസ്, സുപ്രീം കോടതിയിൽ ബീഹാർ മാത്രമല്ല, സുപ്രീം കോടതി 4-ാം തീയതി വാദം കേട്ട് അത് സംബന്ധമായി ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അതോറിറ്റിയെക്കുറിച്ച് ഒരു ആധികാരികമായ വിധി ഇതിൽ ആവശ്യമാണ്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ 95-ലെ സുപ്രീം കോടതി വിധിയിൽ ഇപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, 2002 മുതൽ എത്രയോ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം വോട്ട് ചെയ്തു. അവരോടാണ് പറയുന്നത് നിങ്ങൾ പൗരത്വം കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ ലാൽ ബാബു കേസിലെ നിയമമാണ് ഈ സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രധാനമായി ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്നത്, ഒരു ലീഗൽ പ്രിസംപ്ഷൻ. കാരണം ഒരാൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ, ഇനിയിപ്പോൾ പുതുതായി വോട്ട് ചേർക്കുന്ന ആൾക്ക് പൗരത്വത്തിൻ്റെ രേഖ ആധാർ കാണിച്ചു കഴിഞ്ഞാൽ മതി. അല്ലാതെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാളോട് നിങ്ങൾ രേഖ കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് കൂടാ. അത് അയാൾ പൗരനല്ല എന്ന് കാണിക്കുന്ന, അയാളുടെ ഇനെലിജിബിലിറ്റി, അയോഗ്യത, പൗരനല്ല എന്ന അയോഗ്യത കാണിക്കുന്ന രേഖ ഹാജരാക്കിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് എന്നാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇപ്പം കർണാടകത്തിലെ അലൻഡിൽ ഈ വോട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണം എന്താണ്? സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 15 സെക്കൻഡിൽ ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് അതിലെന്താ പറയുന്നത്? അതിലുള്ള ഫോം 7 ഒരു കള്ളത്തരത്തിൽ ഒരാളെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ 1950-ലെ ജനപ്രാതിനിധ്യ നിയമം 31 അനുസരിച്ച് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ്. അങ്ങനെ നിയമവ്യവസ്ഥ, കർശന നിയമവ്യവസ്ഥ, ഒരാളുടെ വോട്ട് നിയമവിരുദ്ധമായി തള്ളുന്നതിനെതിരായി, അനർഹരായ ആളുകൾ വോട്ടേഴ്സിൽ ചേർക്കുന്നതിനെതിരായി കർശനമായ നിയമവ്യവസ്ഥ ഉള്ള ഒരു രാജ്യത്ത് നിന്നാണ് സംഘടിതമായ ഒരു അജ്ഞാത ശക്തി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് 14 സെക്കൻഡിൽ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. നോട്ടീസില്ല, വാദം കേൾക്കുന്നില്ല. ഈ ലാൽ ബാബു കേസിലെ 17-ാമത്തെ പാരഗ്രാഫിൽ അതിവിശദമായി പറഞ്ഞിരിക്കുന്നു. അതൊരു കോസി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. അവർക്ക് നോട്ടീസ് കൊടുക്കണം, അവരെ വാദം കേൾക്കണം, ഒരാളെ വോട്ട് ഇല്ലായ്മ ചെയ്യാൻ. കാരണം ഇവിടെ ഇപ്പോൾ 2002-ന് ശേഷമുള്ള ഒരാദ്യത്തെ ഒരു SIR എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കഴിഞ്ഞ 5-6 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഒരാളോടാണ് പറയുന്നത്. ഏതുപോലെ കല്യാണം കഴിച്ച് മക്കളായി അപ്പോഴാണ് പിതൃത്വത്തെക്കുറിച്ച് കൊച്ചുമോനോട് ചോദിക്കുന്നത് പോലെയാണ് ഒരു വോട്ടർ എത്രയോ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിച്ച ഒരാളെ അയാളെ വാദം കേൾക്കാതെ, അയാൾക്ക് നോട്ടീസ് കൊടുക്കാതെ എല്ലാ നിയമവ്യവസ്ഥയും കാറ്റിൽ പറത്തി അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് ചെയ്യുന്നത് ആരാ? ഒരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോഴെന്താ പറയുന്നത്? എഫിഡവിറ്റ് കൊണ്ടുപോകാൻ. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഫിസിക്കലായ കോപ്പി 6 മാസം പാടുപെട്ട് സംഘടിപ്പിച്ച് അത് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു ലോകത്തിന്റെ മുമ്പിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയുന്നില്ല. നിങ്ങൾ എഫിഡവിറ്റ് ഹാജരാക്കൂ. ഒരു ക്രിമിനൽ ആക്ട് അല്ലേ ഒരാളുടെ വോട്ട് കള്ളത്തരത്തിൽ ഫോം 7 കൊടുത്ത് തള്ളിക്കുക എന്ന് പറയുന്നത്? ആ ഫോം 7 അടിയിൽ പറയുന്നു, ഇതിലേതെങ്കിലും വസ്തുത കളവായിട്ടാണ് പറഞ്ഞതെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം 31-ാം വകുപ്പ് അനുസരിച്ച് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നിരിക്കുന്നത് ആരാണ്? നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ എല്ലാ രക്ഷകനായി നിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവിടെയാണ് ഈ പുതിയ SIR കേരളത്തിൽ വരുമ്പോൾ നമ്മുടെ ആശങ്ക. കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് പതിപ്പാണ് തൃശ്ശൂരിൽ പരീക്ഷിച്ചത്. ഒരു മുറിയിൽ 84 ആളുകൾ താമസിക്കാൻ പറ്റുമോ? ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിക്കാർ പറയാണ്, ഞങ്ങൾ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും എല്ലാം ആളുകൾ തൃശ്ശൂരിൽ പോയി. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ
ഇത് ഉഗാണ്ടയാണോ, വടക്കൻ കൊറിയയാണോ? ജനാധിപത്യ ഭാരതമാണിത്. എത്ര വലിയ ശക്തനെയും താഴെ ഇറക്കാൻ ശക്തിയുള്ള ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ശക്തിയെയാണ് കവർന്നെടുക്കാൻ, മുറിച്ചു മാറ്റാൻ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ജനാധിപത്യത്തിന്റെ ശത്രുവായ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ഭൂതത്തിന്റെ പ്രക്രിയകളാണ് ഇപ്പോൾ ഈ SIR. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എവിടെയാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഏത് വകുപ്പാണ് നാഷണൽ ലെവലിൽ ഒരു റിവിഷൻ, ഇലക്ടറൽ റോൾ റിവിഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം കാണിച്ചിരിക്കുന്നത്? അങ്ങനെ കാണിക്കണമെന്നില്ല. പക്ഷെ ഒരു പ്രത്യേക വകുപ്പിൽ പറയുന്നു, ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലോ ആ നിയോജക മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ ഇലക്ടറൽ റിവിഷൻ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ട്. അതാണ് 21. അസഫ് അലി, ഞാൻ ചോദിക്കുന്നത് അതാണ്. അപ്പോൾ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ഇപ്പോൾ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ കേസിൽ കക്ഷി ചേർന്നുകൂടെ? എങ്ങനെ മനസ്സിലായില്ല? അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അടുത്ത മാസങ്ങൾക്കുള്ളിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമല്ല. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് നിലവിൽ സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേർന്നുകൂടെ SIR-നെതിരെ? 4-ാം തീയതി വാദം വെച്ചിരിക്കുകയാണ്. കാരണം ഈ ശരിക്കും കേരളവും തമിഴ്നാടും പോണ്ടിച്ചേരി എല്ലാം എഫക്റ്റഡ് ആയ എല്ലാ സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയിൽ നിന്ന് ആധികാരികമായ ഒരു വിധി ഇതിൽ വേണം. കാരണം ഞാൻ ഒരു കാര്യം പറയാം, SIR വേണമെന്നോ അല്ല പറയുന്നത്. നിയമപരമായി ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന മാർഗം ഉപയോഗിക്കാതെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ മെഷീൻ പ്രകാരമുള്ള ഈ കമ്പ്യൂട്ടർ പ്രകാരമുള്ള ഇലക്ട്രോൺ റോൾ ചോദിച്ചാൽ വിത്തിൻ നോ ടൈം ആരുടെയൊക്കെ വോട്ട് ഡിലീറ്റ് ചെയ്തു നമുക്ക് കണ്ടുപിടിക്കാം. അത് കൊടുക്കൂല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കരങ്ങൾ ശുദ്ധമല്ല. അത് ഒരു ജനാധിപത്യത്തെ ഹത്യ ചെയ്യുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അഡ്വക്കേറ്റ് അസഫ് അലി, അഡ്വക്കേറ്റ് സമ്പത്ത്, എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ 2ാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കെ ബീഹാറിൽ SIR പ്രഖ്യാപിച്ചപ്പോഴുള്ള സുപ്രീം കോടതിയിലെ കേസ് 4-ാം തീയതി കേൾക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെ കേരളത്തിനും തമിഴ്നാടിനുമല്ല? അഡ്വക്കേറ്റ് സമ്പത്ത്. ജിംസേ, ഇതൊരു ചെറിയ വിഷയമല്ല. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ ഭയക്കണോ എന്നുള്ള തലക്കെട്ട് അതല്ല. അത് നമ്മുടെ പാവപ്പെട്ട പ്രേക്ഷകർ പല ആളുകളും ഇതൊരു വളരെ ലഘുവായ ഒരു വിഷയമായി ചിലപ്പോൾ അതൊരു ഗ്രാൻഡ് വിഷയമാണ്, ഒരു ലാർജർ വിഷയമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ നമ്മളൊരു ത്രെറ്റിന് മുമ്പിലാണ്, കേരളവും തമിഴ്നാടും ഒക്കെ ഒരു ത്രെറ്റിന് മുമ്പിലാണ്. അപ്പോൾ അടിയന്തരമായി ഇത് തടയാൻ നമുക്ക് ഇപ്പോൾ ഉള്ള കേസിൽ കക്ഷി ചേർന്നാൽ പോരെ? കാരണം ഈ കോടതി ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കെ 2ാം ഘട്ടം തുടങ്ങി എന്ന് കോടതിയെങ്കിലും അറിയിക്കണ്ടേ? അതെന്താന്നുള്ളത് അതിപ്പോൾ എന്താ, നമ്മൾ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നവംബർ മാസം 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് സർവകക്ഷി യോഗം ചേരുകയാണ് കേരളത്തിൽ. ആ സർവകക്ഷി യോഗം ചേർന്ന് അക്കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കും. നമ്മളെന്നെ രാഷ്ട്രീയമായി വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ അസഫ് അലി സാറിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, ഇവിടെ അനൂപിനുണ്ട്, എനിക്കുണ്ട്. സ്വാഭാവികമായി നമ്മുടെ പ്രേക്ഷകർക്ക് പല ആളുകൾക്കും അവർ രാഷ്ട്രീയമുണ്ടാവും, രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ടാവും. അതെല്ലാം കാലികമായി പല ആളുകൾക്കും, ഞങ്ങളെപ്പോലെ പല ആളുകൾക്കും അതിങ്ങനെ ഇങ്ങനെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ ഉള്ളൊരു അത് സ്വാഭാവികമായ കാര്യങ്ങൾ. ഇവിടുത്തെ വിഷയം എന്നുള്ളത് ഈ ജനാധിപത്യ വ്യവസ്ഥ, ഈ പാർലമെൻ്ററി സമ്പ്രദായം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അത് നിലനിൽക്കുന്നതിന് ഇങ്ങനെ സമ്മതിദായകരെ വെട്ടിമാറ്റുന്നത് പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഒറ്റ മിനിറ്റ് ഞാനതൊന്ന് ചുരുക്കിക്കോട്ടെ, സമയം ഞാൻ അധികം എടുക്കുകയല്ല. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞൊരു കാര്യം, ഡിനോവോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അഭിഭാഷകരാണ് മറ്റോ 2 പേരും, അപ്പോൾ അസിഫ് അലി സാറും അതുപോലെ തന്നെ അനൂപും അഭിഭാഷകനാണെന്നുള്ള ധാരണയിലാണ് ഞാൻ പറയാം. ഞങ്ങൾ ഈ നമ്മൾ എല്ലാം ഫ്രം ദ ബിഗിനിങ് എന്നൊക്കെ പറയുന്നല്ലോ, ഡിനോവോ ഞങ്ങൾ ഈ റൂൾസിൽ മാറ്റം വരുത്തുന്നു. എങ്ങനെ? സെറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ അത് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒബ്ലിഗേഷൻ ഇല്ല. ഒബ്ലിഗേഷൻ അവർ പറഞ്ഞതാണ്. എന്താ ഇത്? അപ്പോൾ ആരെയും എങ്ങനെയും നീക്കം ചെയ്യാം, ആരെയും അങ്ങനെയും വെട്ടാം എന്നുള്ളതാണ്. നേരത്തെ അസിഫ് അലി സാർ സൂചിപ്പിച്ചൊരു കാര്യത്തിൻ്റെ ഉണ്ട്. എന്താണെന്നറിയോ? ഒരു സമ്മതിദായകനെ ആരോ പുരുഷനോ സ്ത്രീയോ ആവട്ടെ, പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ 326 അനുസരിച്ചുള്ളതാണ്.
അങ്ങനെ ഒരാളിനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ സുതാര്യമായ നീതിപൂർവമായ അവിടെ റൈറ്റ് ടു ബി ഹേർഡൊക്കെ ഉണ്ട്. ഇക്കാര്യത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയോ, അല്ല സ്ഥിരമായി നാട് വിട്ടു പോയോ, ഇവിടെ നിന്ന് പൗരത്വം മറ്റെവിടേക്കെങ്കിലും പോയോ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതല്ലാതെ ഒരു കത്തയക്കുന്നു, ആ കത്തിന് മറുപടി വന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മരിച്ചതായി ഞങ്ങൾ തീരുമാനിക്കുന്നു. ഒരു സമ്മതിദായകൻ മരിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനയിൽ എന്ത് അധികാരമാണുള്ളത്? ഒരുപാട് നിയമപരവും ഭരണഘടനാപരവുമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. 4-ം തീയതി സുപ്രീം കോടതി ഈ കേസിൽ വാദം കേൾക്കും. 5-ം തീയതി കേരളത്തിൽ സർവകക്ഷി യോഗം നടക്കും. 6-ം തീയതി ബീഹാറിൽ തെരഞ്ഞെടുപ്പാണ്. ഇനി നീങ്ങേണ്ടത് രാഷ്ട്രീയമായ എതിർപ്പാണോ നിയമപരമായ എതിർപ്പാണോ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ 5-ം തീയതിയിലെ സർവകക്ഷി യോഗത്തിന് ശേഷം സർക്കാർ തീരുമാനിക്കുമായിരിക്കും. നന്ദി ശ്രീ സമ്പത്ത്, ശ്രീ അനൂപ്, അഡ്വക്കേറ്റ് അസഫ് അലി, ഇത്രയും സംസാരിച്ചു.